ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഞാൻ തന്നെ. നമുക്ക് അധികം സമയം കളയാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒരു പെണ്ണை பார்த்தேன், അവൾ കണ്ണை பார்த்தேன். ஒரு பெண்ணை பார்த்தேன், அவள் கண்ணை பார்த்தேன், அவள் கையை பிடித்தேன். பத்துக்கு சிலவு ஹாப்பி லவ்வர்ஸ் டே, ഹാപ്പി ലവേഴ്സ് ഡേ. അവന്റെ തലയിൽ എന്തുവാ പൊറോട്ട അടിക്കാൻ മാവ് ഇട്ട് വെച്ചേക്കുവാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുതിയൊരു റാപ്പർ ഇറങ്ങിയിട്ടുണ്ട്. ഇയാളിവിടെ പലർക്കും ഭീഷണിയാവുന്ന ഒരു കരക്കമ്പിയാണ്. ഇതൊക്കെ യാത് യൂണിവേഴ്സടാ. എടാ, നമ്മൾ ഓരോരുത്തരെ കളിയാക്കണമെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ചെയ്ത് പോണത്. ആ ഒരു റെസ്പെക്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ യുട്നസ് ഒക്കെ വാനിക്കാരി അറിയാൻ. ഇന്നത്തെ വീഡിയോ പെണ്ണുങ്ങൾ ഗർഭിണികളായ മാത്രം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന നാട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താന്ന് വൺ മോർ. ഇന്നത്തെ വീഡിയോ പെണ്ണുങ്ങൾ ഗർഭിണികളായ മാത്രം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന നാട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വെഡിങ് കടക്കെ എടുക്കാൻ വരട്ടെ, ഫുള്ള് കണ്ടിട്ട് തീരുമാനിക്കാം. വിവാഹ പ്രായവന്റെ കരുത്ത് ഇതുപോലത്തെ വമ്പം കല്ലെടുത്ത് പൊക്കി ഷോൾഡറിൽ വെച്ച് തെളിയിക്കണം. ഇന്റർനെറ്റിൽ നിന്നാണ് ഇവരിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ തന്നെ വണ്ടി എടുത്തിട്ട് ഇറങ്ങി അവരിനെ അന്വേഷിച്ച്. ഊട്ടിയിലാണ് ഈ ജനവിഭാഗങ്ങൾ ഉള്ളത്. ഗൂഗിൾ മാപ്പ് നോക്കി ഉലകം മൊത്തം ചുറ്റി അവന്റെ അടുത്ത് എത്താൻ പറ്റിയില്ല. പക്ഷെ എത്തിപ്പെട്ടത് ഇതുപോലെ കാട്ടുപോത്ത് കൂട്ടങ്ങൾക്ക് മുന്നിലായിരുന്നു. അങ്ങനെ നാട്ടിൻപുറത്ത് ആളുകളിൽ വഴി വെച്ച് ഈ കാണുന്ന ഏട്ടൻ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ടുപോവാണ്. പകുതി വഴി പറഞ്ഞവന്ന ആ ഏട്ടൻ പോയി. ഞാനത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരാൾ പോലും ഇല്ല. ഈ കാണുന്നതാണ് അവന്റെ ഗോത്ര അമ്പലവും അവന്റെ സ്ഥലങ്ങളും. അവിടെ എത്തി ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തോട ജനവിഭാഗത്തിൽപ്പെട്ട അവന്റെ കൂട്ടത്തിലുള്ള ഈ ഏട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാന്ന് പറഞ്ഞത്. ഇത് അവിടെ കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലവും ഈ കാണുന്നതാണ് അവന്റെ അമ്പലവും. നമുക്കൊന്നും ഉള്ളിൽ പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ 3 കല്ല് വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ വെച്ചതല്ല. ഇവിടുത്തെ ആളുകളുടെ വിവാഹപ്രായം അതിന്റെ യോഗ്യതയും കരുത്തും അതുപോലെ തന്നെ ആണുങ്ങളതെല്ലാം പൊക്കവും വേണം. എന്നൊരു കാര്യം ചെയ്യാമെന്ന് പൊക്കി നോക്കാന്നുകൊണ്ട് പകുതി വരെ പൊക്കാൻ കിട്ടി. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കല്ല് മാത്രം ഞാൻ പൊക്കിയത്. 3 കല്ല് വേറെയുണ്ട്. ബാക്കി കല്ലൊന്നും അനക്കാൻ കൂടി നേരമാർക്കും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിത് പൊക്കിയിട്ടും കാര്യമില്ല. അവന്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുള്ളൂ പെണ്ണുങ്ങൾ. കേട്ടല്ല, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ല. അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ. സ്വർണ്ണമാലിയ അതുപോലെ തന്നെ മോതിരം കൊണ്ടുവന്നല്ല കല്യാണം. അവരുടെ വലിയൊരു കാട്ടിനുള്ളിൽ പോയി വിളക്ക് കത്തിച്ചു വെച്ച് ഇതുപോലെ അമ്പും വില്ലും ഉണ്ടാക്കി കൊടുക്കണം. എന്നാലാണ് കല്യാണം നടക്കുക. അല്ലാതെ താലിമാലയില്ല. ശേഷം ഞാൻ ആ ഏട്ടന്റെ വീട്ടിൽ പോയി. ഇവിടെയുള്ള എല്ലാവരുടെ കല്യാണത്തിന് ഇതുപോലെ കമ്പ് കൊണ്ട് വരണം. മൊത്ത വീഡിയോ കണ്ടോണ്ട് രക്ഷ. മൊത്ത വീഡിയോ കാണാതെ പോയിരുന്നെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പിടിച്ച് മൂലത്തിൽ വലിയ വലച്ച് വെച്ചേനെ. കല്ലല്ല, പാറ വേണേലും പോകാം പെണ്ണ് കിട്ടുമെങ്കിൽ. അങ്ങനെ ഒരു യൂണിവേഴ്സ്, പെണ്ണ് കിട്ടാ യൂണിവേഴ്സ്. ഈ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ 500-ലെ വർക്കി എണ്ണം കൂടി ആയതുകൊണ്ട് അത് നടക്കില്ല. പിന്നെ ഞാൻ കാല് പിടിക്കും. അളിയനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അണ്ണൻ ഡയലോഗ് കുമ്പളയാക്കേണ്ട ഇവിടെ കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഗോൾഡ് ഫിഷ് ഇങ്ങനെയാണ്. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ സൗണ്ട് കൊണ്ട് കേൾക്കുന്നില്ല. റെഡ് ബുൾ ഗീവ് യു വിങ്സ്. ചേട്ടാ, ഇത് ആദ്യം കാണിച്ച പയ്യനാണോടാ? 6 പാക്കും വിങ്സും വരുന്നത് നോക്കിയെന്ന് ഞാൻ. എടാ പോടാ, മിക്കവാറും ആ പെങ്കൊച്ചിന്റെ അനിയനായിരിക്കും ആദ്യം കാണിച്ചത്. അല്ലാണ്ട് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റൂടാ? തുണി പൊക്കി നോക്കി കെട്ടേണ്ട ഗതിയായല്ലോ ദൈവമേ. എന്നാലും അത് എങ്ങനെയാടാ? കുടിച്ചോണ്ടിരുന്ന ചൂട് ചായ അണ്ണാക്കി ഇറങ്ങിപ്പോയി പുല്ല്. എടാ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ മിക്കവാറും ഊട്ടിയിലെ ആചാരം ഇവിടെ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. ആണേത് പെണ്ണെന്നറിയാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം. എടാ, ഇത് ശരിക്കും ഇതാണ് പെണ്ണായതാണെങ്കിൽ നമിച്ചേട്ടാ. വാണം, മനുഷ്യനിൽ നിന്ന് പശുവിലേക്കൊരു പരിണാമം. അയ്യേ, ജോലൈനാണ് കേട്ടാ സംഭവം. സ്കെൽറ്റൻ ചിരിക്കും പോലെ ചിലമ്പുന്ന മോന്തായം പറക്കും തളിക. എടാ, ഈ ഇഷ്യൂ എനിക്കും വന്നിരുന്നു. ഓർത്തോ സെക്ഷനിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. വെച്ചിരുന്ന പേയും കൂടും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഫാഷൻ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ഫേസ് മോഡിഫൈ ചെയ്യുക. എടാ, ഞാൻ കുറ്റം പറയണതല്ല. ആവശ്യത്തിനാണെങ്കിൽ എല്ലാം ഓക്കെ. അമിതമായാൽ അമൃതും വിഷം എന്നാണ്. ഇപ്പൊ ഈ ജോലിയും വരാനൊക്കെ ഭയങ്കര എക്സസൈസ് ഒക്കെ ഉണ്ട്. ഒന്നാക്കിട്ട് നാക്കിട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കണം. എന്റെ മാത്രം ഡാറ്റാണ്. ധാരയിലടിച്ച കോപ്പിറൈറ്റാ.
കേട്ടറാ? എന്തുവാടാ അത് കാലും കവച്ച് വെച്ചിരിക്കണത്? അല്ലേലും പുടുക്കുതുങ്ങി ബുദ്ധനെ ആർക്കും വേണ്ട. ബുദ്ധനായിരുന്നാടാ അത്? എന്തോന്നാടാ കാണിച്ചു വെച്ചിരിക്കണത്? ഇതാണോടാ നീ കോപ്പി റൈറ്റ് എടുക്കാൻ കാത്തു വെച്ചിരിക്കണ ടാറ്റ്? ബുദ്ധിസ്റ്റുകൾ ഇത് കാണണ്ട, നിന്റെ ചുക്കാവണി ഇറത്തോണ്ട് പോകും. നൊസ്റ്റാൾജിക് ഐറ്റം തൃമ്പല്ലൂരമ്മ. അതൊക്കെ ഒരു കാലം. ഇതും കൊണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു 90s കിഡ്സിന്. ശരി തന്നെ, പണ്ടൊക്കെ ഇവന്റെ പ്രായത്തിൽ എത്ര വലിയ മരമാണെങ്കിലും സുഖമായിട്ട് വലിഞ്ഞേറി പോവുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചെറിയൊരു ഹൈറ്റ് കണ്ടാൽ പോലും കാലിൽ നിന്ന് വിറങ്ങി. നോക്കുമ്പോഴേ പേടിയാണ്. പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പം ഈ വണ്ടിയും പാർക്ക് ചെയ്തിട്ട് മരത്തിന്റെ മണ്ടയിൽ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ലൊക്കേഷനാണ് ഓർമ്മ വന്നത്. നിങ്ങളെ മനസ്സിൽ ഇതുപോലത്തെ എന്തെങ്കിലും നൊസ്റ്റാൾജിക് ഐറ്റംസ് കിടക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. എത്ര പേർക്ക് അതുമായിട്ട് കണക്ട് ആവും നോക്കാം. ഇടയത്താഴത്തിന് എഴുന്നേറ്റിട്ട് രാത്രി ഉണ്ടാക്കി വെച്ച ഒരു ഗ്ലാസ് സോഡ സർബത്ത് കുടിച്ചു. അതിനുശേഷം ഒരു പ്ലേറ്റ് മാങ്ങ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച മുന്തിരിങ്ങ ജ്യൂസ് അത് കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം കഴിച്ചു. അപ്പോഴേക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തായി വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ചോറും ബീട്രൂട്ട് തോരനും ചിക്കൻ ഫ്രൈയും സാലഡും ഇത്തിരി മീൻകറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാത്തിൽ നിന്നും ഇത്തിരി എടുത്തോളൂ. ഇടയത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൊതുവെ കഴിക്കൽ മടിയാണ്. ചോറെല്ലാം കഴിച്ചതിന് ശേഷം 2 ഗോതമ്പ് ദോശ എടുത്തിട്ടു. പിന്നെ അറിഞ്ഞത് അത് ഗോതമ്പ് ദോശയല്ല പാൻകേക്ക് ആണെന്ന്. അതുകൊണ്ട് കറികളെല്ലാം മാറ്റിയിട്ട് ചിക്കൻ ഫ്രൈ മാത്രം അവിടെ വെച്ചിട്ട് കുറച്ചും കൂടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് കഴിച്ചു. കട്ട് ചെയ്ത് കഴിക്കാനും മാത്രം എണ്ണ ഇല്ലാണ്ട് ചുരുട്ടി അങ്ങ് കഴിച്ചത്. കൈ കഴുകി വന്നതിൽ ഒരു ഇത്തിരി ചോറ് അധികം വന്നായിരുന്നു. പിന്നെ മാറ്റിവെച്ച കറിയും 2-3 ചിക്കനും കൂടെ പറക്കിയിട്ട് ഇത്തിരി സാലഡും കൂടെ ഒഴിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്നത് ഭയങ്കര മടിയാണ്. പിന്നെ കഴിക്കാതിരിക്കുന്ന ദോശ വേണ്ട എന്തെങ്കിലും ഒന്ന് കഴിക്കും. അപ്പോഴത്തേക്ക് മറ്റേ ഫ്രീസറിൽ ഇരുന്ന് ആ മുന്തിരി ജ്യൂസ് ഒന്ന് ആറി വന്നായിരുന്നു. പിന്നെ അതുകൂടെ കുടിച്ചിട്ട് ഗാലക്സിയുടെ ഒരു ചോക്ലേറ്റും കൂടെ എടുത്ത് കഴിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാലോ എന്ന് വിചാരിച്ച് രാത്രി ഫ്രിഡ്ജ് വെച്ച് മറന്നുപോയ ചോക്ലേറ്റ് സിറപ്പ് അല്ല ഫ്രീസ് ചായ. അത് പിന്നെ അതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു മൂസമ്പി എടുത്ത് കഴിച്ചു. ഒത്തിരി വേണ്ടായിരുന്നു, ഒരു ഇത്തിരിയെ കഴിച്ചോളൂ. പിന്നെ എല്ലാവരും കുടിച്ചിട്ട് ബാലൻസ് ഒരു ഇത്തിരി അധികം വന്നിരുന്ന മുന്തിരി ജ്യൂസും എടുത്ത് കഴിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ ഒരു ബോക്സ് തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു, ഒത്തിരി വേണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങ ഒരു ഇത്തിരി കഴിച്ചു. പിന്നെ പൊരി ഇരിപ്പുണ്ടായിരുന്നു, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അതും കൂടെ കഴിച്ചു. ഒത്തിരി വേണ്ടായിരുന്നു, പിന്നെ ഒന്നും ഇല്ലായിരുന്നു. ഒരു ഏത്തക്കയും കൂടെ കഴിച്ചിട്ട് അവിടെ ഇരുന്നു. തീർന്ന ഇടയത്താഴത്തിന് ഇത്ര ഐറ്റം അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം കേട്ടാ. ഈ ഒരു ഇടയത്താഴം വെച്ചിട്ട് 30 നോമ്പും പിടിക്കും? അതാ എല്ലാ ഇടയത്താഴും ഇങ്ങനെ തന്നെയാണ്? വയറ് നോമ്പായപ്പോ ഇച്ചിരി റെസ്റ്റ് പ്രതീക്ഷിച്ചു, നടക്കൂല. അപ്പൊ നോമ്പ് കുറിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നോമ്പ് കുറിച്ചാൽ അവസ്ഥ അതിനുണ്ട് വീഡിയോ. നോമ്പ് തുറന്നിട്ട് എന്തൊക്കെ കുടിച്ചെന്ന് നോക്കാം. ആദ്യം ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങ ജ്യൂസ് കുടിച്ചു. അതിന്റെ കൂടെ കോള കുടിച്ചു. കോളയുടെ കൂടെ പാല് കുടിച്ചു. അതിന്റെ പുറകെ മുന്തിരി ജ്യൂസ് കുടിച്ചു. മുന്തിരി ജ്യൂസ് ചൂടായതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഊതി കുടിച്ചു. ഗ്ലാസ് ഒഴിച്ചിട്ട് ഡാൽഗുണ കോഫി സാധാ കോഫിയായിട്ട് ആറിപ്പോയത് കുടിച്ചു. പിന്നെ അപ്പി ഫിസ് ഒരു വായിക്കുള്ളതേ ഉള്ളൂ, എന്നാലും അതും വാങ്ങിച്ചു കുടിച്ചു. അത്രയും കുടിച്ചോളൂ. പിന്നെ 1 മണിക്കൂറിന് ശേഷം സോഡ സർബത്ത് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സോഡ എടുത്ത് കുടിച്ചു. നാരങ്ങ ഇല്ലായിരുന്നു, പിന്നെ നാരങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സോഡ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇത് ചായയല്ല, ഞാൻ ബൂസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയ ഷാർജ ഷേക്കാണ്, അത് കുടിച്ചു. ഉമ്മാക്കൊക്കെ ബൂസ്റ്റ് ഇല്ലാത്തയായിരുന്നു ഉണ്ടാക്കിയത്, അത് അവർക്ക് ഇഷ്ടപ്പെടാനോണ്ട് പിന്നെ അതും കൂടെ ഞാൻ കുടിച്ചു. അത് ഒതുക്കിയിട്ട് മുഹമ്മദ് ഖാ സർബത്തും മൂസമ്പി ജ്യൂസും കുടിച്ചു. ടൈപ്പായിരുന്നു, ഉടായ്പിൽ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. സാധനം കുറച്ചേ ചേർത്തോളൂ, എന്തായാലും അതും കുടിച്ചു. പിന്നെ ഒരു പൊടിക്കും കൂടെ ജാറിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ 1/2 ഗ്ലാസ് ഒഴിച്ചു കുടിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല, ഒന്നും വേണ്ടായിരുന്നു. ഒരു 9:15 ആയപ്പോഴത്തേക്ക് ഒരു ബൗളിൽ പിന്നെ തണ്ണിമത്തങ്ങ എടുത്ത് കുടിച്ചായിരുന്നു. പിന്നെ ക്ഷീണത്തിന് കരിക്കും ജ്യൂസ് നല്ലതായതുകൊണ്ട് വൈകിട്ട് വാങ്ങിച്ചു വെപ്പിച്ചിരുന്ന കരിക്കും കൂടെ ജ്യൂസ് അടിച്ചു കുടിച്ചു. പിന്നെ എനിക്കൊന്നും വേണ്ടായിരുന്നു. തേങ്ങാപ്പൂള് 2-3 എണ്ണം ഇരുന്നതും കൂടെ തിന്നിട്ട് നിർത്തി. 10 മണിയായപ്പോഴത്തേക്ക് നോയമ്പായതുകൊണ്ട് ജ്യൂസും പഴവർഗ്ഗങ്ങളും ഒക്കെ തിന്ന് വായിക്കൊരു രസം ഇല്ലാത്തതുകൊണ്ട് KFCന്ന് ബക്കറ്റ് ഓർഡർ ആക്കാന്ന് വിചാരിച്ചു. ഒരു ഡങ്കടക്കാൻ മൊമെന്റ് ആയിരുന്നു. ആദ്യം പാക്കറ്റ് പൊട്ടിച്ചിട്ട് പച്ച കളറിൽ അബൂബന്റെ പാക്കറ്റ് എടുത്ത് കളഞ്ഞില്ല. അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. എന്നിട്ട് ബ്രോസ്റ്റഡ് എടുത്തു. ബ്രോസ്റ്റഡ് വീട്ടിൽ വാപ്പയമ്മയൊന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു ബക്കറ്റേ ഞാൻ ഓർഡർ ആക്കിയുള്ളൂ. പിന്നെ അതിരുന്ന് കഴിക്കാൻ തുടങ്ങി. അതുകൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നൊന്നും വേണ്ടായിരുന്നു. പക്ഷെ അരിപ്പത്തിരിയും ബീഫ് കറിയും കഞ്ഞിയും ഒക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 11:30 ആയപ്പോഴത്തേക്ക് എനിക്കുള്ള അതിനി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഞ്ഞിയും കുടിച്ച് ബക്കറ്റിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞൻ പീസും കൂടെ ഉണ്ടായിരുന്നു. ശേഷം അതുകൂടെ കഴിച്ചിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ എങ്ങോട്ടടാ പോണത്? നോമ്പാണെങ്കിലും പുള്ളിക്കാരുടെ ആന്തരിക അവയവങ്ങൾക്കൊന്നും റെസ്റ്റ് കാണൂല കേട്ടാ. ഇരുട്ടോളൊക്കെ മരണപ്പണി ആയിരിക്കും. 1000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കിൽ പോലും ഇത്രയും കൊള്ളില്ല. കിടക്കാൻ നേരെ ഇത്തിരി ലൈം ഗ്ലൂക്കോസ് കുപ്പിയിലാക്കി ട്രിപ്പ് ഇട്ടേക്ക്. ഉറക്കത്തിൽ വിഷം എണീക്കണ്ട. മിക്കവാറും അത് അങ്ങനെയും ചെയ്യും. എടാ ഒരു ദിവസം എടുത്താൽ തന്നെ നമ്മളെ കൊണ്ടൊന്നും ഇത്രയും സാധനം കുത്തിക്കയറ്റാൻ പറ്റൂല. അപ്പോഴാണ് താത്ത ഒരു നേരത്തേക്ക് ഇത്ര അടിച്ച് കയറ്റണത്. കണ്ണുവിടണ്ട, കഴിക്കട്ടെ, എന്തായാലും കൊണ്ടേ കളയണില്ലല്ലോ. നോമ്പ് കള്ളന്മാർ സ്പോട്ടഡ്. വിഭവങ്ങള് മധുരം പിള്ളേര് കഴിക്കട്ടെ, എന്തായാലും വലിക്കാനും കുടിക്കാനും പോണില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. ഇപ്പൊ ചറപറ എക്സൈസുമാരും പോലീസുമാരും അത് വിൽക്കണമാരെയും ഉപയോഗിക്കണമാരെയും ഓടി കിടന്ന് പിടിക്കുന്നുണ്ട് കേട്ടാ. പിടിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഈ ഒരു ഊർജ്ജം ഈ അന്തരീക്ഷം തണുക്കുമ്പോഴും ഉണ്ടായിരിക്കണം എന്നേ ഉള്ളു പറയാൻ. എടാ നിങ്ങളെ ഉമ്മമാരെ ശ്രദ്ധിച്ചാ? ഒന്നുകൂടെ നോക്കിക്കോട്ടാ. അല്ലാഹു അക്ബർ. ഉമ്മാമ്മ സുന്നത്തിന്റെ കൂലിയും കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും കിട്ടും. എന്തായാലും കൊള്ളാം. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.